നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതോടെ ഞങ്ങളുടെ പണി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് സർക്കാരാണ്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാട്. അദ്ദേഹം നിമിഷപ്രിയയുടെ വധശിക്ഷ ആ ഒരു സമയത്ത് ഇടപെട്ട് അത് റദ്ദാക്കിയതോടുകൂടി എന്തൊക്കെയാണ് അദ്ദേഹം കേൾക്കേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ അത് റദ്ദായി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കാരണം ആ തീയതിയിൽ വധശിക്ഷ നടപ്പിലായില്ല. പിന്നെ കുടുംബങ്ങളുമായിട്ടൊക്കെ ചർച്ചകളും മറ്റുമൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു. പക്ഷേ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ പിന്നീട് വേട്ടയാടായിരുന്നു, ചേരി തിരിഞ്ഞ് വേട്ടയാടായിരുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഇതിലൊരു ക്രിസ്റ്റൽ ക്ലിയർ നിലപാട് അത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുമെന്നുള്ളത് കരുതി ഇങ്ങനെ നിന്നിരുന്നു. ഏതായാലും അത് ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം വളരെ തുറന്നു പറയാണ്, ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വാർത്ത വായിക്കാം. യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളെ സംബന്ധിച്ചും പുരോഗതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. അതായത് അദ്ദേഹം നടത്തിയ ഇടപെടൽ മുഴുവൻ കേന്ദ്ര സർക്കാരിനെ വളരെ കൃത്യവും വ്യക്തവുമായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് ബോധ്യപ്പെടാത്തത് ആർക്കായിരുന്നു? അദ്ദേഹത്തോട് സംഘടനാപരമായി വിയോജിപ്പുള്ള, ആശയത്തേക്കാൾ അദ്ദേഹത്തിനോട് വ്യക്തിവൈരാഗ്യം തോന്നുന്ന കുറേ ആളുകൾ, മനസ്സുകൾ, അങ്ങനെ ഒരുപാട് ജന്മങ്ങളെ നമ്മൾ കണ്ടു. മാത്രമല്ല സംഘപരിവാര ഫാസിസ്റ്റ് മനോഭാവക്കാർ, ഒരു ഇസ്ലാം മത പണ്ഡിതൻ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് വന്നതിൽ അസൂയ മൂത്തൊക്കെ അദ്ദേഹത്തിനെതിരെ കമൻറ്റുകളുമായിട്ട് വന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മുടെ രാജ്യത്തെ ഒരു വനിത മറ്റൊരു രാജ്യത്ത് പോയി വധശിക്ഷക്ക് വിധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇടപെട്ടതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ പഴി കേൾക്കേണ്ടി വന്ന ഒരു പണ്ഡിതനൊന്നും, ഇസ്ലാമിക പണ്ഡിതനൊന്നും വേറെ ലോകത്തും അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ. അത്രമേൽ സംസ്കാരശൂന്യമായി മനുഷ്യത്വമില്ലാത്ത രീതിയിലൊക്കെ ആളുകൾ കാന്തപുരത്തെ വേട്ടയാടി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. വധശിക്ഷ റദ്ദാക്കിയതോടെ ഞങ്ങളുടെ പണി കഴിഞ്ഞു. ഇനി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണ്. സർക്കാർ അത് ചെയ്യുമെന്നാണ് വിശ്വാസം. മാനവികത ഉയർത്തിപ്പിടിക്കലാണ് ലക്ഷ്യം. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്ന നോട്ടമില്ലാതെ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കണമെന്ന് ലോകത്തോട് പറയാനാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. ഇടപെട്ട രീതികളെക്കുറിച്ചൊക്കെ കൃത്യവും വ്യക്തവുമായി അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുകയും ചെയ്തു. അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചില മനോഭാവങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതിപ്പോൾ ഇനി എത്ര എങ്ങനെയൊക്കെ ആയാലും ആ വെറുപ്പിൻ്റെ ആ മനസ്സുണ്ട് എങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അവരൊന്നും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും ആ സഹോദരി രക്ഷപ്പെടട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതോടുകൂടി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അതിലിടപെടൂല എന്നുള്ളതിന് ഇതിനകത്ത് അർത്ഥമില്ല. ആവശ്യമായ കാര്യങ്ങൾ ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല മനസ്സോടുകൂടി രണ്ട് കൈയും നീട്ടിയത് സ്വീകരിച്ച് അവിടെ ചെന്നിട്ടെങ്കിലും അദ്ദേഹം അത് നടത്തുമെന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ആരും പറയാതെ, ഒരു സർക്കാർ സംവിധാനങ്ങളും പറയാതെ അദ്ദേഹത്തിന് മുമ്പിലെത്തിയ ആളുകളെ കേട്ടിട്ട് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ പ്രതിനിധിയായി, കാരണം അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി കൂടിയാണ്, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിക്കട്ടെ. നിമിഷപ്രിയ മോചിതയാവട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.